അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പരാതി. അതിരപ്പള്ളി കോടശ്ശേരി രണ്ട് കൈയിലാണ് 4 ദിവസമായി കാട്ടുപോത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. കാട്ടുപോത്തിന്റെ ശരീരത്തിൽ മുറിവുകളുണ്ടെന്നും പുലിയുടെ ആക്രമണത്തിൽ സംഭവിച്ചാകാമെന്നും നാട്ടുകാർ പറയുന്നു. വനംവകുപ്പിനെ വിവരമറിയിച്ചിട്ടും ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കിപ്പോയതല്ലാതെ മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. പറയൂ സൂരജ് സജി. നമ്മളിപ്പോൾ ഉള്ളത് ഈ കാട്ടുപോത്തിറങ്ങിയ ജനവാസ മേഖലയിലാണ്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഈ വീടുകളെല്ലാം കാണാം. ഈ വീടിന് പുറകിലാണ് നിലവിൽ ഈ കാട്ടുപോത്തുള്ളത്. ഇതിന് പുറകിലേക്ക് ഈ കാട്ടുപോത്തിനെ താൽക്കാലികമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചു കയറ്റിയിട്ടുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, 4 ദിവസമായി ഈ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ ഈ പുലി ആക്രമിക്കപ്പെട്ടതെന്ന് കരുതുന്ന, അതായത് ശരീരത്തിൽ മുറിവുകളുള്ള കാട്ടുപോത്ത് എത്തിയിട്ട്, പക്ഷേ ഈ 4 ദിവസമായിട്ടും ചാലക്കുടി DFOയുടെ കീഴിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവരെല്ലാവരും തിരക്കിലായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകനെ എങ്ങനെ ജയിലിലടക്കാം എന്നതിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചത്, അതിനൊരു പരിഹാരം കാണാൻ ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഈ വാർഡ് മെമ്പറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വലിയ ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ്, എനിക്ക് മുന്നിലും പിന്നിലും എല്ലാം കാണാം, ഇവിടെ വീടുകളുണ്ട്, നമ്മൾ വരുന്ന വഴിക്കെല്ലാം തീർത്തും ജനവാസ മേഖലയാണ്. അത്തരത്തിൽ ഈ ജനവാസ മേഖലയിലേക്കാണ് ഇത്തരത്തിൽ ഈ പരിക്കു പറ്റിയ കാട്ടുപോത്ത് ഇറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും പരിക്കുള്ള കാട്ടുപോത്താകുമ്പോൾ അത് അക്രമാസക്തനാകാനുള്ള സാധ്യത ഏറെയാണ്. അത് തന്നെയാണ് ഇവർ പറയുന്നത്. പലപ്പോഴും ഈ 4 ദിവസത്തിനിടയ്ക്ക് പലതവണ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഉന്നത വനംവകുപ്പ് അധികാരികളോട് ഉൾപ്പെടെ ഈ വിവരം ധരിപ്പിച്ചു. പക്ഷേ ആരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇത് തന്നെയാണ് ഈ അതിരപ്പള്ളി മേഖലയിൽ നമ്മൾ നിരന്തരം വാർത്തയാക്കിക്കൊണ്ടിരുന്നത്. ജനവാസ മേഖലയിൽ വന്യജീവികൾ ഇറങ്ങി ആക്രമണം സൃഷ്ടിക്കുമ്പോൾ അത് വനംവകുപ്പ് അങ്ങോട്ടേക്ക് വിളിച്ചാൽ ഓടിയെത്തില്ല, കൃത്യമായ നടപടി സ്വീകരിക്കില്ല. ഇനി ആ നടപടി സ്വീകരിക്കാത്തത് വാർത്തയാക്കിയാൽ ആ വാർത്തയാക്കുന്ന മാധ്യമ പ്രവർത്തകനെ തടങ്കലിലടയ്ക്കും. അതാണ് അതിരപ്പള്ളിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് റൂബിൻ ഇവിടെ നിന്ന് ഏത് തരത്തിലുള്ള വാർത്തയാണോ റൂബിൻ ഇവിടെ റിപ്പോർട്ട് ചെയ്തത്, അതേ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കാണിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു വീട്ടുമുറ്റത്താണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ വാർഡ് മെമ്പർ റിജു മാവേലി നമുക്കൊപ്പം ചേരുന്നു. ടെലിഫോണിലാണ് അദ്ദേഹം ഉള്ളത്. റിജു മാവേലി, എന്താണ് അവിടുത്തെ അവസ്ഥ? 4 ദിവസമായി കാട്ടുപോത്ത് അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നല്ലോ. അതെ, നിലവില് കാട്ടുപോത്ത് എന്തോ അപകടം പറ്റിയതാന്ന് തോന്നുന്നു. ഈ ജനവാസ മേഖലയിൽ 4 ദിവസമായി ഇതിവിടെ നിൽക്കുന്നത് തമ്പടിച്ച്. അത് കാട്ടിലേക്ക് കയറ്റിവിടാൻ ശ്രമിച്ചിട്ടും അത് കയറി പോകുന്നില്ല. കയറി പോയി അപ്പൊ തന്നെ തിരിച്ചറിഞ്ഞു വരികയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായില്ല. ഇപ്പൊ നിലവിൽ DFO റേഞ്ചൊക്കെ സ്ഥലത്ത് ഇപ്പൊ നിലവിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ട് തന്നെയാണ് സാഹചര്യം തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ നിങ്ങളിപ്പോൾ എന്താണ് റിജ് ആവശ്യപ്പെടുന്നത്? പിന്നെ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് മൈക്കോടി വെച്ച് കയറ്റി കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇവിടെ ജനവാസ മേഖലയിൽ ഇപ്പൊ പ്രായമുള്ള ആൾക്കാരും കുട്ടികളൊക്കെ ഉള്ള വീടിനോട് തൊട്ട് ചേർന്നുള്ള സ്ഥലത്താണ് ഇത് വന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവർ വന്ന് ഫോറസ്റ്റുകാർ വന്ന് നോക്കി പോയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലല്ലോ. ഇടപെടൽ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഫോറസ്റ്റുകാരോട് മെമ്പർ വിളിച്ചു പറഞ്ഞോ? പറഞ്ഞായിരുന്നു. ഓൾറെഡി അവരോട് വിളിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അവർ വലിയ തിരക്കിലായിരുന്നു. ഇനിയിപ്പോ ഒന്നുകൂടെ വിളിക്കൂ. ഓക്കെ റിജ്, ഈ കാട്ടുപോത്തിനെങ്കിലും കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. റിജു മാവേലി വാർഡ് മെമ്പറാണ് നമ്മോട് സംസാരിച്ചത്. ജനവാസ മേഖലയിലൊക്കെ ഇങ്ങനെയൊരു കാട്ടുപോത്ത് ഇറങ്ങി ദിവസങ്ങൾ നിന്നുപോയാൽ അവരുടെ സമാധാനം കെടും എന്ന കാര്യത്തിൽ സംശയമില്ല. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.